ദൈവജനം യെരൂശലേമിന് ചുറ്റുമുള്ള മതിൽ പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോൾ അവർ നിരവധി വെല്ലുവിളികളെ നേരിട്ടു. പരിഹസിക്കുകയും ജോലി തടയാൻ ശ്രമിക്കുകയും ചെയ്ത ശത്രുക്കൾ, ഭയം, ക്ഷീണം. എന്നാൽ ഇതെല്ലാം ഉണ്ടായിരുന്നിട്ട് അത്ഭുതകരമായി എന്തോന്ന് സംഭവിച്ചു. അത് ആളുകൾക്ക് പ്രവർത്തിക്കാൻ ഒരു മനസ്സുണ്ടായിരുന്നു എന്നതാണ്. അവർ ഒത്തുചേർന്നു, അവരുടെ ലക്ഷ്യത്തിൽ ഐക്യമെത്തിയപ്പെടുകയും ദൈവം അവർക്ക് നൽകിയ ദൗത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. ആളുകൾ ലക്ഷ്യബോധത്തോടെയും ദൃഢനിശ്ചയത്തോടെയും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് വിജയം വരുന്നത്. അത് പകുതി പൂർത്തിയാക്കുന്നത് വരെ അവർ മതിൽ പണിതു. അത് കഠിനാധ്വാനമായിരുന്നു, വെല്ലുവിളികൾ യാഥാർത്ഥ്യമായിരുന്നു. പക്ഷെ അവരിലെ ആത്മാവും ഒന്നിച്ചുള്ള പ്രവർത്തനവും അത് സാധ്യമാക്കി. പ്രാർത്ഥനയും പ്രവർത്തനവും പരസ്പരം കൈകോർക്കുന്നു എന്ന് നെഹമ്യാവ് നമുക്ക് കാണിച്ചു തന്നു. അവർ ദൈവത്തിന്റെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുകയും അതേസമയം അവരുടെ കൈകളും മനസ്സും ഉപയോഗിച്ച് മതിൽ പണിയുകയും ചെയ്തു. എല്ലാവരും അവരുടെ പങ്ക് നിർവഹിച്ചു. ചിലർ കാവൽ നിന്നു, ചിലർ പണിതു. പക്ഷെ എല്ലാവരും ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം പോരാ. വിശ്വാസത്തിൽ പ്രചോദിതമായ പ്രവൃത്തികൾ വലിയ കാര്യങ്ങൾ കൈവരിക്കുന്നു. നെഹമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ ഞങ്ങൾ മതിൽ പണിതു, വേല ചെയ്യുവാൻ ജനത്തിന് ഉത്സാഹം ഉണ്ടായിരുന്നതുകൊണ്ട് മതിൽ മുഴുവൻ പാതി പൊക്കം വരെ തീർത്തു. എന്റെ ഉപദേശം, ദൈവം നിങ്ങളെ എന്ത് ചെയ്യാൻ വിളിച്ചാലും അത് പൂർണ്ണ ഹൃദയത്തോടെയും സാധ്യമെങ്കിൽ മറ്റുള്ളവരുമായി ഒരുമിച്ച് ചെയ്യുക. ഭയമോ എതിർപ്പോ നിങ്ങളെ തടയാൻ അനുവദിക്കരുത്. ശക്തിക്കായി പ്രാർത്ഥിക്കുക, ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുക. നിങ്ങളുടെ വിശ്വാസം പങ്കിടുന്നവരുമായി ഐക്യത്തിൽ തുടരുക. വിശ്വാസത്തോടും ദൃഢനിശ്ചയത്തോടും കൂടി നിങ്ങൾ പണിയുമ്പോൾ ദൈവം ആ വേലയെ അനുഗ്രഹിക്കുകയും വിജയം കൊണ്ടുവരികയും ചെയ്യുന്നു. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.